പപ്പ കയറാൻ വരുമോ കേട്ടോ. ചൂണ്ടല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം 2-3 ദിവസം അവധിയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു ട്രെക്കിംഗ് പരിപാടിക്ക് ഇറങ്ങിയതാണ്. വള്ളക്കടവ് ചെക്ക് പോസ്റ്റിനടുത്തായിട്ട് ഓഫീസുണ്ട്. അവിടെ വന്ന് ടിക്കറ്റ് എടുക്കുക. എന്നിട്ട് ഈ ട്രെക്കിംഗ് പാക്കേജ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഗവിക്ക് പോവുക. അവിടുന്ന് നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാകും. അവർ ട്രെക്കിങ്ങിനും അതുപോലെ സൈറ്റ് സീയിങ്, ബോട്ടിങ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോകും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് പോകാം. അടുത്തത് ചെക്ക് പോസ്റ്റ് വന്നിട്ട് നമ്മൾ പാക്കേജ് ബുക്ക് ചെയ്ത റെസിപ്റ്റ് കാണിച്ചിട്ട് ഇവിടെ നിന്ന് എൻട്രി പാസ് എടുക്കണം. എന്നാലേ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ കഴിയുള്ളൂ. ആണെങ്കിൽ ഇന്ന് ഞങ്ങൾ വന്നു 30 പേരെ കടത്തി വിടുക. വിളിച്ച് ബുക്ക് ചെയ്തിരുന്നു. വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ പൈസ അടച്ച് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ചെക്ക് പോസ്റ്റ് വന്നിട്ട് എൻട്രി പാസും വാങ്ങി. ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ മുന്നേ ജീപ്പിൽ പോകുന്ന വിദേശികളാണ്. അവർക്ക് ഓപ്പൺ ജീപ്പാണ്. അതിൽ അവർക്ക് എണീറ്റ് ചെന്ന് നല്ലതായിട്ട് കാണാൻ കഴിയും. ഞാനിങ്ങനെ കണ്ടോ അവർ എണീറ്റ് നിന്ന് പോകുന്നുണ്ട്. മോൻ അവിടെ ഇരുന്ന് സൈഡ് ഗ്ലാസ്സിൽ കൂടെ കണ്ടാ മതി. ഗ്ലാസ് വേണമെങ്കിൽ താത്തിട്ട് തരാം. തല വെളിയിലോട്ട് ഇടരുത് കേട്ടോ. അകത്തൊന്ന് നോക്കാവും. ചക്കക്കൊമ്പൻ ഇവിടെ അല്ല, അത് വേറെ. അത് മൂന്നാറാണ് അല്ലേ. സൈഡിൽ കൂടെ ഒരു ചെറിയ അരുവി ഉള്ളിൽ പോകുന്നു. വെള്ളം ഒഴുകുന്ന സൗണ്ട്. ഇവിടെ എന്തോ അമ്പലം എന്തോ ഉണ്ട്. ശിവന്റെ ആണ്. ഡാൻമോൻ കണ്ടോടാ? ഇഷ്ടപ്പെട്ടോ? ശിവലിംഗം. ഡാൻമോൻ ഈ സൈഡില് മൃഗങ്ങളെ വല്ലതും കണ്ടോ? ഇല്ല. കുരങ്ങനെയെങ്കിലും കണ്ടോ? ഉണ്ട്. ഈ മരത്തേലോ ഇവിടെയൊക്കെ നോക്കിയാൽ മതി. എല്ലാ മൃഗങ്ങളും ഉണ്ട്. നമ്മൾ ഈ വാഹനങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഇറങ്ങി വരാത്തത്. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾ ഗവിയിൽ വന്നിട്ടുണ്ട്. അത് ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ ഈ റൂട്ടിൽ കൂടെ യാത്ര ചെയ്ത് വണ്ടിപ്പെരിയാർ വന്നിറങ്ങാനിത്. ഇപ്പം നമ്മൾ വണ്ടിപ്പെരിയാർ കൊണ്ടാണ് ടിക്കറ്റ് എടുത്തിട്ട് ഗവിയിലോട്ട് പോകുന്നത്. ഈ 2 പാക്കേജും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേ പത്തനംതിട്ട വഴി വരുമ്പോഴാണ് ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിന് ടിക്കറ്റ് എടുത്ത് വരുന്നത്. അപ്പം അത് ഒരുപാട് ദൂരം കാട്ടിൽ കൂടെ യാത്ര ചെയ്തിട്ട് വേണം വരാൻ. അത് ഓഫ് റോഡ്. ഞങ്ങൾ വന്നത് ഒരു വാഗണാറിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. കുഴിയിലൊക്കെ ചാടി വാഗണാറിന്റെ വീൽ കവറൊക്കെ ഇളയിപ്പോയി. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല വണ്ടിയാണ്. അപ്പം കുഴപ്പമില്ല. പിന്നെ അത് അന്നത്തേതിനെക്കാട്ടിൽ റോഡുകളും ഒക്കെ ഇപ്പം ഒരുപാട് നല്ലതായിട്ടുണ്ട്. ഈ റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ചെറിയ ബമ്പുകൾ ഉണ്ടെന്നേ ഉള്ളൂ. സിംഹവാലക്കുരങ്ങ്. നമ്മളിങ്ങോട്ട് വന്നപ്പം ഈ വണ്ടിയൊക്കെ നിർത്തിയിരിക്കുന്ന കണ്ടുകൊണ്ട് നോക്കിയതാണ്. അപ്പോഴാണ് ഒരു സിംഹവാലം കുരങ്ങ് നമ്മുടെ മരത്തിന്റെ വണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ടോ. നമുക്ക് മുന്നേ വന്ന ആൾക്കാര് സിംഹവാലം കുരങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. ഫോറിനേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ കിടക്കുന്നില്ല. അത് തന്നെയല്ല, റോഡിലൊക്കെ ഇറങ്ങി ഈ വനത്തിലാകുമ്പോൾ നമുക്ക് അത്ര സേഫ് അല്ല. ഒരു വണ്ടി ഇട്ടിരിക്കുന്നത് വേറൊരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത രീതിയിലാണ്. നമ്മളിനി അങ്ങോട്ട് പോവാണ്. എന്തായാലും കുരങ്ങനെ കണ്ട്. ഞാൻ കണ്ടായിരുന്നല്ലോ. കുഞ്ഞൊരു കിളിക്കൂടും കണ്ട്. അപ്പൊ ഇനി നോക്കിക്കോണം കേട്ടോ. അടുത്ത എന്തുവാണ് നമ്മൾ കാണുന്നതെന്നുള്ളത്. കണ്ടോ, റോഡിലൊരു അണ്ണാൻ ഇരിക്കുന്നു. അത് നമ്മുടെ സാധാരണ അണ്ണാണ്. അതുകൊണ്ട് ഓടിക്കുന്നു. ഈ കാട്ടിൽ ഒരുപാട് കിളികളും മൃഗങ്ങളും എല്ലാം ഉണ്ട്. സിംഹവാലം കുരങ്ങ് 3 എണ്ണം. രണ്ട് ചാടും. ആ സൈഡിലെല്ലാം ഇരിക്കുന്ന സിംഹവാലം കുരങ്ങാണ്. കണ്ടോ നോക്കി. ആ മരത്തിന്റെ കമ്പലിരിക്കുന്നേ തോണ്ട് അങ്ങോട്ട് നോക്ക്. ഗ്ലാസ് ഒരുപാടുണ്ടോ? 3 എണ്ണം ഉണ്ട്.
ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു വ്യൂ പോയിന്റ് കണ്ടു. അവിടെ നിർത്തും. ഇവിടെ കുറെ കുന്നുകൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയെന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ബാക്ക് സൈഡിലായിട്ട്. ഇത് കണ്ടോ, ആൾക്കാർ പുറകിൽ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. വള്ളക്കടവിൽ നിന്ന് ഏകദേശം 17 കിലോമീറ്ററോളം ഉണ്ട് ഈ ഗവി വരെ. അപ്പൊ നമ്മള് പറഞ്ഞ പാക്കേജിന്റെ ടൈം ആയി. പക്ഷേ കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറെ താമസം ഉണ്ടാകും. അത് കുഴപ്പമില്ല. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഗൈഡ് ഉണ്ടാകും നമ്മളെ കൊണ്ടുപോകാനും. അവർ കൊണ്ടുപോയി സ്ഥലങ്ങളൊക്കെ കാണിക്കും. നമ്മൾ ഗവി ലേക്കിന് അടുത്തെത്തി. ഇത് ഗവി ബ്രിഡ്ജാണ്, ഡാമിന്റെ ബ്രിഡ്ജാണ്. ഇവിടെ വരാനാണ് നമ്മളോട് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മൾ ട്രക്കിങ്ങിന് കൂട്ടിക്കൊണ്ടുപോകും. ടൂറിസം വകുപ്പിൻ്റെ പാക്കേജ് എടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിൽ കയറുവാനും ഇവരുടെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുവാനും കഴിയുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗവിയിലെത്തി. ഇപ്പം പാക്കേജ് അനുസരിച്ചുള്ള കാര്യങ്ങൾ സ്റ്റാർട്ടായി. ഇപ്പം ഫസ്റ്റ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകും. നമ്മളിങ്ങോട്ട് കയറി വരുന്നിടത്ത് തന്നെ ഈ ചെടികൾ കൊണ്ട് ഇവിടെ പന്തലിട്ടിട്ടുണ്ട്. നല്ല രസം അത് കാണാൻ. അതുപോലെ അത് സൈഡിലൊക്കെ ആൾക്കാർ ഇരിക്കാനുള്ള ബെഞ്ചുകൾ മുള കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചെടികൾ രണ്ട് സൈഡിലും ഉണ്ട്. താഴ്വശത്തായിട്ട് തടാകം, അതിന്റെ നടുക്കായിട്ട് ഇരിക്കാനുള്ള ഒരു ഹട്ട് പോലെയുള്ള ഒരു സംഭവം. അങ്ങനെ നമുക്ക് താഴോട്ട് ഇങ്ങനെ പോവാം. പിന്നെ ഈ കാണുന്ന അത്തി, ഈ അത്തിപ്പഴം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത്തിപ്പഴം പഴുത്തിരിക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്തിപ്പഴം ഒരെണ്ണം പറിച്ചു. അതുകൊണ്ട് അത് നല്ലപോലെ പറിക്കാം. ഞങ്ങളുടെ ഗൈഡിന്റെ കൂടെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. ബോട്ടിങ് ലാസ്റ്റാ. നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നു പോയി ഈ ജംഗിൾ മുഴുവൻ കറങ്ങിയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ഈ മരത്തിനെ കുറിച്ച് പറയാൻ ഇതൊരു ആൽമരമാണ്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽമരത്തെ അതുപോലെ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നതായിട്ട് അതെ, ഇതുപോലെ കണ്ടിട്ട് വെറൈറ്റി അതിന്റെ ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിനെ കൊന്നിട്ട് ജീവിക്കുന്ന മരം. ഇപ്പം ഇത് നോക്കണം, അകത്തൊരു മരമുണ്ട്. അപ്പൊ അതിന് ഫുള്ളും കവർ ചെയ്തില്ലേ. അത് വേര് വന്ന് അതിന്റെ മുകളിലൂടെ കവർ ചെയ്ത് ഇതിനെയും കുറച്ച് വണ്ണമാകുമ്പോൾ അകത്തിരിക്കുന്ന അതിട്ടാണ്. ഇത് നെക്കി അതിനെ കൊന്നിട്ട് അതിന്റെ പുറകിൽ പുതിയ ബ്രാഞ്ച് ഇങ്ങനെ ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെയാണ് ഇതിന്റെ ജീവിതം. ഇവിടെ ഇതുപോലെ നാലെണ്ണം ഉണ്ട്. ഇതുപോലത്തെ ആൽമരം ഇതുപോലത്തെ ആൽമരത്തിൽ വെറൈറ്റി നാല് വെറൈറ്റി. അതുപോലെ ഒരു മരത്തെ കൊന്നു ജീവിക്കുന്ന വേറൊരു മരം. അതിന്റെ പേര് കണ്ടില്ല, അതിന്റെ പുറത്തൂടെ വരിഞ്ഞു മുറുക്കി അതിനെ കൊല്ലും. ഇതൊരു മ്യൂസിയമാണ്. പറഞ്ഞ് നോക്കട്ടെ കയറി. ഇത് മ്യൂസിയം, ബോൾ മ്യൂസിയം. ഇതെന്ത് ജീവിയാണ്? ആനയാണ്. ആനയുടെ അസ്ഥി. പിന്നെ ആ മേളിലത് കാട്ടുപോത്തായിരിക്കും അല്ലേ? മ്ലാവ്, മാന, കാട്ടുപോത്ത്, ആന. ഒരുപാട് വർഷങ്ങളായതാണ്. ഇതിവിടെ 14-15 വർഷം.
കൊള്ളാം. തുമ്പിക്കൈ പോണില്ലേ? തുമ്പിക്കൈ പോണിച്ചില്ലല്ലോ. അവിടെ നമ്മൾ പൊതുവെ പറയുന്നത് അവിടെ പണ്ട് ഇഷ്ടംപോലെ ഉണ്ടെന്നല്ലേ അവിടെ കടൽ പള്ളിയുള്ളൂ. 4 പേര്. പക്ഷെ ഒരു പല്ല് പേർക്ക് വലിയ കാണുന്നത് ഇതാണ് പല്ല്. ഇതല്ലേ ഇതല്ലേ വീടില്ല. ഇത് നമ്മുടെ കണ്ണിന്റെ ആകെ ആ കണ്ണിന്റെ പിന്നെ ഇവിടെ നമ്മുടെ തുമ്പിക്കൈകൾ പറഞ്ഞു മൂക്കൈ ശ്വാസം അതിന്റെ കൊണ്ടാണ്. പക്ഷെ ഇതുകൊണ്ട് കൂട്ടി നമ്മള് ആകെ കഷ്ടത്തായിട്ട് വെക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത് മാത്രം കൂട്ടി ബാക്കിയെല്ലാം ഓരോ ഇതിന്റെ ഇത് അതിന്റെ സോൾട്ട് ഫ്രണ്ട് ഇത് പുറകെ. ഇഷ്ടപ്പെട്ടോ? ഇത് കാട്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇത് ആൺ, ഇത് പെണ്ണാണ്. അത് കണ്ടാ അറിയാം. അത് കാണാൻ ഈ കൊമ്പില്ല. കൊമ്പ് ആണിന് ഇങ്ങനെ അകലമായി പിരിഞ്ഞിരിക്കും. ആണിന്റെ കൊമ്പ് അകത്തിരിക്കും. പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ കൂടിയിട്ട് വളർത്താം. മാക്സിമം ഇത്രയും പോലെ വളർത്തും. ഇത് കുറച്ച് കുഞ്ഞായിട്ട് ഇത് വളർത്തും. ഇത് ആണും പെണ്ണും കണ്ടു. ഇത് കണ്ട ആണിന്റെ അത് പെണ്ണിന്റെ പെണ്ണിന്റെ കൊമ്പ് അടുത്തിരിക്കും, ആണിന്റെ ആറായിരിക്കും. കാട്ടുപോത്തിന്റെ. ഞങ്ങൾ കാടിനുള്ളിലേക്ക് കയറുകയാണ്. കണ്ട ഇവിടെ ഫെൻസിംഗ് ഉണ്ട്. മൃഗങ്ങളൊക്കെ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലൂടെയാണ് അകത്തോട്ട് പോകുന്നത്. ഞാനേ പൊയ്ക്കോ. ബാക്കി കയറുക. നമ്മൾ വന്ന വഴിക്ക് കണ്ട വ്യൂ പോയിന്റ് ആ മലകളൊക്കെ കാണുന്നത്. എവിടെയാണ് ഈ ശബരിമല കയറിയ ഇതാണോ? ശബരിമല ഇവിടെ നിന്ന് കാണാം. കുറച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പുറത്തെ സൈഡ് അല്ലേ? അപ്പൊ നമുക്ക് ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ട്രക്കിങ് നമുക്ക് ഏത് വഴി? ഇതുവഴി പോകാറുണ്ട്. ഇതുവഴി പോകാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ. 3/4 മണിക്കൂറുണ്ട്. എന്നാ നമുക്ക് ഇതുവഴി തന്നെ പോവാം. ഇതുവഴി പതുക്കെ പോയാൽ മതി. തിരികെ പതുക്കെ പോയാൽ മതി. പോയിട്ട് നമുക്ക് ശരിക്കും കാണുകയും ചെയ്യാം. ധാന്യത്തിന്റെ ഇടയ്ക്ക് കൂടെ കല്ലിന്റെ ഇടയ്ക്ക് കാടിന്റെ അകത്ത് കൂടി പോകാം. ഇത് ഗ്രാസ് ലാൻഡാണ്. ഒരു കുറുമ്പും കൂടെ ഉണ്ട്. കട്ടുറുമ്പാണ് അതോ സാധാ ഉണ്ട്? നമ്മൾ കോമൺ ആയിട്ട് വീട്ടിൽ കാണാൻ പറ്റുന്ന കടിക്കുന്നില്ലേ വീട്ടിൽ ഒരു ചുമല. അതെ അതെ അതെ, ആ ടൈപ്പാണ്. അതിന് വേണ്ട ആനയുടെ കാൽപ്പാടൊക്കെ അത് ഇതുണ്ടോ? ഇടാൻ പോകുന്ന വഴി കണ്ടോ? ആനത്താരയാ. നടന്നോ? അതുകൊണ്ട് മരത്തിന്റെ ഇലയെല്ലാം കണ്ടോ ചുവന്നിരിക്കുന്നു. നിറയെ പൂവാണെന്ന് തോന്നുന്നു. ക്ഷീണമുണ്ടോ ഡാന? എടാ നടന്നിട്ട് ഇല്ല. ഞാനെല്ലാം കാട്ടലെല്ലാം പറിച്ചിട്ട് നടക്കുക അല്ലേ? അപ്പൊ ഞങ്ങൾ ആനത്താരയെ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. ഇവിടെ ആന മണ്ണ് കുഴിച്ചിട്ടേക്കുന്നു. ആന മഡ് ബാത്ത് ചെയ്തതാണ്. ആന മണ്ണ് വാരി ദേഹത്തിട്ട് കുളിച്ച്. അതിൻ്റെയാണ് കഴിഞ്ഞ ദിവസങ്ങളെങ്ങാണ്ട് ചെയ്തതാണ്. ഇത് മ്ലാവ് തിന്നുന്നതാണ്. നമ്മുടെ ആഞ്ഞിലി ചക്ക പോലെ ഒരു സാധനമാണ്. പിടിച്ചിടാനേ പിടിക്ക്, 2 കൈ കൊണ്ട് പിടി. എണീറ്റോ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഇത് വലിയൊരു മരമാണ്. എൻ്റെ മൂട്ടിലിരുന്ന് ഫോട്ടോ എടുത്ത്
ഈ മരത്തിന്റെ ഇടയിൽ കൂടെ എല്ലാം ഒരുപാട് നടന്നു വേണം പോകാൻ. ഇതുണ്ടോ? ഇതൊക്കെ പിടിച്ചു വേണേ പോകാൻ. എന്തായാലും ഇതൊക്കെ ഇറങ്ങി വാ. എത്ര മിനിറ്റ് ഉണ്ട് ഇത്? നമ്മള് പകുതി ദൂരമായോ? കാൽ ഭാഗമായിട്ടുള്ളൂ. വേണ്ടതാണ് ആനത്തന്നെ കിടക്കണം. ആന ക്രോസ് ആയിട്ടുണ്ട്. ഇങ്ങനെയായിട്ടോ? ആന ഇറങ്ങി വന്ന വഴിയുണ്ടോ? അത് പൊളിഞ്ഞിട്ടില്ല. ഒറ്റച്ചവർക്ക് അപ്പോൾ വൈകിട്ടൊക്കെ ഇതുവഴി വരുന്ന റിസ്ക്കാ. ആന ഇറങ്ങിപ്പോയ പാട് കണ്ടോ? ആന പേടിയുണ്ടോ? നമ്മൾ വൈൽഡ് അനിമൽ കാണാൻ പറ്റും. അപ്പൊ ഇതുപോലെ വഴി കടുവ ക്രോസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഒരു ചെറിയ സ്മെല്ലുണ്ട്. ഞങ്ങൾ അധികം ഒച്ച ഉണ്ടാക്കാതെ ഇതൊക്കെ പോവാം. അതിന് പോയി പേടിയുണ്ടോ? ഇല്ല, കടുവയൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ഓടിപ്പോത്തേ ഉള്ളൂ, അറ്റാക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണെന്നാ അങ്കിള് പറയുന്നത്, നമ്മുടെ ഗൈഡ് പറയുന്നത്. കടുവയ്ക്ക് എത്ര പല്ലുണ്ട്? 4, 2, 6 അതിനൊക്കെ ചോദിച്ചിട്ട് എന്നാ പറയുക? അത് കറക്റ്റ് എണ്ണി നോക്കണം. എണ്ണി നോക്കേണ്ടി വരും. ഈ മരത്തിലൊന്ന് മാന്താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നഖമില്ലേ, നഖം ഷാർപ്പാക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇതിന്ന് ഒരു ലിക്വിഡ് വരും. ഈ ലിക്വിഡ് കഴിക്കാൻ വേണ്ടിയിട്ടുമാണ്. എന്നാ വെച്ചാൽ ഇത് മരത്തിൽ നിന്ന് വരുന്ന ലിക്വിഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാന്തുന്നത്. മരത്തിൽ നിന്ന് വരുന്ന ലിക്വിഡ് അത് മാംസം കഴിക്കുന്നത് ജീർണമാകത്തില്ല. അപ്പം ഈ ലിക്വിഡ് കഴിക്കുന്നു, അതിന് ജീർണമാകും. രണ്ടാമത് ഈ ചീഞ്ഞ സാധനമല്ല കഴിക്കുന്നത്. അപ്പൊ അതിന് ആ പുളിയൊക്കെ ചാകാൻ വേണ്ടി കാണുന്ന ചെന്നാറി കടുവ വന്ന് ആന്തുന്ന ആ പാട് കണ്ടില്ലേ? ഇവിടുത്തെ കോമൺ നാമാണത്. കൊടുങ്കാടാണ്. ഇവിടെ അങ്ങ് ഒരു മനുഷ്യരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പേടിക്കാതെ തന്നെ നടന്നു പോയാൽ മതി. പതുക്കെ, അധികം സൗണ്ട് ഉണ്ടാക്കുക. ഈ മരത്തിന്റെ കുരുമുളക് പോലെ ഉണ്ടല്ലോ. ഓ, കാട്ടുതേയില. കാട്ടുതേയിലയുടെ കുരു. എല്ലാവരും പതുക്കെ പതുക്കെ നടന്നു പോവുക. ഉള്ളിലൊരു ചെറിയ പേടിയുണ്ട്, ആനയോ കടുവയോ എല്ലാം ഇറങ്ങി വരുമെന്ന്. പേടിയുണ്ടോ ടീറ്റോസിന്? അങ്ങനെ ഞങ്ങളുടെ ട്രക്കിങ് പകുതിയായി. ആനയുടെ വഴിത്താരയെ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ആന നമുക്ക് വഴി ഉണ്ടാക്കിയിട്ടേക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ട്രക്കിങ്ങും കാര്യങ്ങളും സമയം കിട്ടുവാണെങ്കിൽ വരണം. ഇങ്ങനെ ഗവിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ഗൈഡ് നോക്കാൻ പോയി.
കാടിനുള്ളിൽ ഒരു കാർച്ച കേട്ടിട്ടാണ് ഗൈഡ് പോയത്. എന്നാൽ ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ വല്ല ലെഫേഡോ അല്ലെങ്കിൽ മ്ലാവോ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. കൊടുങ്കാട്ടിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു വരിക. ചില മൃഗങ്ങളുടെ അനക്കമൊക്കെ ഉണ്ടോയെന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ഗൈഡ് നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. പുള്ളിയെല്ലാം ശ്രദ്ധിച്ച് എന്തെങ്കിലും മൃഗങ്ങളുണ്ടോ എന്നുള്ള അനക്കമൊക്കെ ശ്രദ്ധിച്ചാണ് പോകുന്നത്. ഇവിടെ ഒരു വ്യൂ പോയിന്റിൻ്റെ അടുത്ത് വന്നിരുന്നു. ഇതാണ് ശബരിമല വ്യൂ പോയിന്റ്. ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാണ്. നല്ല വെയിലാണ്, എന്നാലും കുഴപ്പമില്ല. ആ നടന്ന ക്ഷീണം മാറട്ടെന്ന് കരുതി. വെയിലിന് വലിയ ചൂടൊന്നും തോന്നുന്നില്ല. എന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ക്ഷീണം മാറ്റുക. നല്ല കാറ്റ്, നല്ല സുഖമുണ്ട്. നല്ല സുഖമുള്ള കാറ്റ്. ചൂടറിയുന്നില്ല. ഈ ചെറിയ കയറ്റമാണ്, അങ്ങോട്ട് മേപ്പോട്ട് കയറണം. കഴുകൻ ഇതുവഴി പറന്നു പോയി. അപ്പൊ ഗൈഡ് പറഞ്ഞത് പാമ്പിനെ തപ്പി നടക്കുകയാണെന്ന് കഴുകൻ. ഇവിടെ കയറ്റം കയറിയപ്പോൾ അല്പം ക്ഷീണം തോന്നും. കാരണം നല്ല വെയിലുമായി, ഉച്ചയായി. കയറുവാ. ഡാൻകൂട്ടനൊക്കെ നല്ല സ്പീഡിലായി വരുന്നത്. വെയിറ്റ് കുറവാണെങ്കിൽ കയറ്റമൊന്നും ഒരു പ്രശ്നമല്ല, അങ്ങ് പൊക്കോളും. അപ്പം നമ്മൾ നടന്ന് ഗവി വില്ലേജിലെത്തി. ഒന്നെടുത്തേക്ക് ഇവിടെയാണ് ഈ തമിഴ് വംശജരൊക്കെ താമസിക്കുന്നത്. കുറച്ചാലും മുമ്പ് കേട്ടായിരുന്നല്ലോ, ശ്രീലങ്കയിൽ നിന്ന് കുറേ ആൾക്കാർ വന്ന് ഗവിയിൽ താമസിച്ച് അവരിവിടുത്തെ ജോലിയും കാര്യങ്ങളും ചെയ്ത്, അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ അങ്ങോട്ട് താമസിക്കുന്നത്. ഇതെന്താ മഞ്ഞളാ? ഇത് മഞ്ഞളല്ല, മെഴുകിന്റെ മഞ്ഞളോ? ഇത് ഉണങ്ങിയത് അത് തന്നെ. ഈ കാട്ടിലെ മഞ്ഞളാണോ അതോ നമ്മുടെ സാധാരണ? നമ്മുടെ കസ്തൂരി മഞ്ഞൾ എന്ന് പറയും. കസ്തൂരി കോലം. എന്താ കോലമാണോ? കോലം. കോലമല്ലേ. ഇത് ഏലത്തോട്ടമാണ്. ഫെൻസിങ് ഇട്ടേക്കുന്നുണ്ടോ? ഈ ഇതിന്റെ ഇടയ്ക്കൂടെ ആന കയറി വരും അല്ലേ? ഫെൻസിങ് ഇട്ടേക്കുന്നോണ്ട് വരില്ല. കൃഷി നശിപ്പിക്കാതിട്ട വേണ്ടിയല്ലേ? ഉണ്ടോ അതിലെ ഏല? ഏലം അതിലാണ് വരുന്നത്. അത് ചറ എന്ന് പറയും. പൂവാണല്ലേ? ഇത് ഏലച്ചെറവാണ്. ഇവിടെ പൂ വരും. ഇതേ പൂ വന്നുണ്ടോ? ഇതിൽ നിന്ന് കാ വരും. ഇതാണ് ഏലത്തിന്റെ കായാവും. അതിങ്ങനെ നീണ്ടു വരും. ഇത് കൂമ്പാണ്. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് മേലോട്ട് വരും. ഈ പൂ വാടി കഴിഞ്ഞിട്ട് ഇവിടെ കാ വരുന്നുണ്ട്. കാ കുറച്ച് വലുതായിരിക്കും, പിന്നെ ഉണങ്ങി കഴിയുമ്പോഴേ ചെറുതാവും. ഇത് ഓർഗാനിക് ആയിരുന്നു. വെള്ളം കൊടുത്തിട്ടുണ്ടല്ലേ? പ്രൈവറ്റ് വെച്ചിട്ട് ഇപ്പോഴും കാ എടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ എടുക്കത്തില്ല. ഇവിടെ കൂടി പോയാൽ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം. കാട്ടിൽ നിന്ന് നടന്ന് ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി. ഇതുവഴിയൊക്കെ ആന വരുന്നതാണ്. ഇതുവഴിയാണ് ഇറങ്ങി പോകുന്നത്. ഈ ആനത്താര ഇതുവഴി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അങ്ങനെ താഴെ ഡാമുണ്ട്. ഗവി ഡാമിൽ പോയി വെള്ളം കുടിക്കും. ബോട്ടിൽ കയറാനായിട്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ റെഡിയായി. നീന്താണ്ട് പതുക്കെ താഴോട്ട് പോവാണ്. വേണ്ട ബോട്ട് കിടക്കണേ. പെഡസ്റ്റൽ ബോട്ടാണ്. ഡാൻമാനൊക്കെ പോയതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. എന്നെ കണ്ടോ? അതിൻ്റെ ചുറ്റും കണ്ടോ? നല്ല രസമുണ്ട്. ചുറ്റും ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. ഈ വനത്തിന് നടുവിലാണ് ഈ തടാകം ഉള്ളത്. ഗവിയിലെ ഈ തടാകം. പപ്പ കയറാൻ വരുവാ കേട്ടോ. ആ
കുറച്ച് അടുപ്പിച്ചോ, ഞാൻ കയറിയോളാം. കയറട്ടെ. ആ സെൻറ്ററിൽ തന്നെ നടന്നു പോണേ. സെൻട്രലാണെങ്കിൽ അതിന് ബാലൻസ് കിട്ടത്തില്ല, സൈഡ് ചരിഞ്ഞു. ഓക്കെ ഇരുന്നോ. ഓഫ്. ഹായ്. എന്നും വെള്ളത്തിൽ കണ്ടിട്ടുണ്ട്, വെള്ളമൊക്കെ കൂടിയെടുക്കുന്നു. ഡാനി ഇങ്ങോട്ട് നോക്കി. ഇല്ല, വെള്ളം തെറിപ്പിച്ച്. ആ ഇങ്ങോട്ട് നീങ്ങില്ലേ, ഞങ്ങൾ തെറിപ്പിക്കാം. അല്ലെങ്കിൽ വെള്ളം നേരത്തെ ഇല്ല, വെള്ളം തെറിപ്പിച്ച കുഞ്ഞിൻ്റെ നേരത്തെ. നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെയൊക്കെ വേണ്ട മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ആനയൊക്കെ, കടുവ, കാട്ടുപോത്തൊക്കെ വരുമോ? മറ്റേത് വരും, ചേല, പന്നി, ലാവ്, ലാവൊക്കെ വരുന്നുണ്ട്. മറ്റേ പാർക്കിംഗ് വരില്ല, അത് വരും. ലേക്കിൽ ഞങ്ങൾ ഈ ബോട്ട് സൈഡിൽ അടുപ്പിച്ചിട്ട് പുറത്തോട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോയാൽ മതിയല്ലോ. ചെറിയൊരു വാട്ടർഫാളുണ്ട്, അവിടെ ഒന്ന് നടന്നു പോയി വരാം. ആ ബാഗ് കുഴപ്പമില്ല, ഇവിടെ ആരും മറക്കില്ല. നമ്മൾ ഇവിടെ ആകെ നമ്മൾ 4 പേരേ ഉള്ളൂ. ഇറങ്ങി പറയാനായിരുന്നു, നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് അങ്ങോട്ട് പോകും. അങ്ങോട്ട് നടന്നു പോകണം. കാണുന്ന ആ സൈഡിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ചെറിയ വെള്ളച്ചാട്ടം. ഇപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലുതായിട്ടില്ല. അത് ചൂണ്ടയല്ല മോനെ, അതവിടെ മുളയുടെ കമ്പ് വീണ് കിടക്കുന്ന, വെട്ടിയിട്ടേക്കുന്ന. ഇതുവഴി കുറച്ചങ്ങോട്ട് നടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കിട്ടും. അവിടെ പോയി കുറച്ച് നേരം ഇരിക്കാം. ഞാനിപ്പോൾ ഇതൊക്കെ ഓ അത് കുറച്ച് ആക്ഷൻ ആയിരുന്നു. സ്ലിപ്പാകുന്നിടത്തൊന്നും പോകരുത്. ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. ഊരിക്കോ, അവിടെ ഊരി ഇട്ടിട്ട് പോക്കോ. ഞാൻ വരാം. മേളിൽ ഇരുന്നോട്ടെ, അവൻ മേളിൽ ഇരുന്നോട്ടെ, അവിടെ ആകുമ്പം സ്ലിപ്പാകത്തില്ല. ഉണ്ട് അവിടെ മീൻ, ചെറിയ കുഞ്ഞു മീനുകൾ. എന്തി ഉണ്ടോ? ഞാനേ ഉണ്ടോടാ? കാണാമോ? കുഞ്ഞു മീനുകളെ കാണാമോ? ഇത് വഴിയോ? ഇത് വയ്ക്കോ, ഡാൻ അമ്മയുടെ പുറകെ വയ്ക്കൂ. ഇതൊക്കെ അമ്മയുടെ കയ്യെ പിടിച്ച് പോണേ. ആ ഓ അടിപൊളി. മേളോട്ട് നോക്കിയേ. ഓ ഞാനാ ഇതെന്തുവാടാ? ഗുണാക്കയോ പോണ്ട്. നമ്മ ഞാൻ കയറിപ്പോയി. ഞാൻ കയറിപ്പോന്ന പോക്ക് കണ്ടില്ലേ? ഓടി കയറിയാ പോകുന്നത്. അമ്മയ്ക്കത് ഡാനിന് പേടിയില്ല. വെള്ളം ചാടുന്നുണ്ടോ? നല്ല തണുത്ത വെള്ളം. നല്ല തണുത്ത വെള്ളം അല്ലേ? കാട്ടിക്കൂടെ ഒഴുകി വരുന്ന.
സൂപ്പർ സൂപ്പർ. ഇവിടെ വരുവാണെങ്കിൽ ഈ വെള്ളച്ചാട്ടം കൂടെ ഒന്ന് കണ്ടിട്ട് പോകണം. ഈ പാറക്കെട്ടിൽ കൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വരെ പോയി. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഈ ചൂട് സമയത്ത് പിള്ളേർ മൊത്തം അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുന്നത് കുട്ടികൾക്ക് നല്ല സന്തോഷമായിരിക്കും, നമുക്കും നല്ലതായിരിക്കും. പതുക്കെ 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 പോ. കണ്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഡാൻകുട്ടൻ ഓടിയാ പോന്നെ. പൊയ്ക്കോ ഞാൻ വരാം. ഇതാണ് സ്ഥലം. മഴ സമയത്താണെങ്കിൽ നല്ല വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കും, കാണാൻ നല്ല രസമായിരിക്കും. ഇപ്പം നമുക്ക് ചൂടിനൊരു ആശ്വാസമാണ് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇനി ഞങ്ങൾ തിരിച്ച് ബോട്ടിൻ്റെ അടുത്തോട്ട് പോകും. കാലൊന്ന് വെള്ളത്തിൽ മുക്കി കഴുകിയിട്ട് ആ ബോട്ടെ പോയിട്ടിടാലോ. ബോട്ടിൻ്റെ അടുത്ത് എന്നിട്ട് ഇടാം. ഇങ്ങോട്ട് പോ. ബാ. നമ്മുടെ പെഡൽ ബോട്ട് അവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ എടുത്ത് ടാൻമോനിൻ്റെ തുഴച്ചിലുണ്ട്, ട്രെയിനിങ്. സൂപ്പറായിരുന്നു എന്തായാലും. ചുറ്റുപാടും കണ്ടില്ലേ, കൊടുങ്കാടാണ്. മോനെ നാടി കൊള്ളാം. ഇതാണ് ഇവർ പറയുന്ന ദേവി ഡാം. ഇവിടെ ഈ ഡാമിൽ കെട്ടിക്കിടക്കുക. ഈ റിവർ അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് താഴെ. എന്നെ കൈകാട്ടി കൊടുക്കുന്നില്ല. ഇത് നോക്കിയില്ലേ, വെള്ളുണ്ടോ അതുകൊണ്ട് റോഡിൽ അടിക്കും. 3 ഉണ്ട്. 5